ലോകത്തിന്റെ മൊത്തം GDP-യുടെ 24% കൈയാളിയിരുന്ന ഇന്ത്യയെ അന്നത്തെ ക്ഷേമരാജ്യമാക്കി മാറ്റിയ മുഗൾ സാമ്രാജ്യത്തിന്റെ മൂന്നാമത്തെ ഭരണാധികാരിയാണ് അബുൽ ഫത്ത് ജലാലുദ്ദീൻ മുഹമ്മദ് അലി അക്ബർ എന്ന മഹാനായ അക്ബർ ചക്രവർത്തി. തന്റെ 14-ാം വയസ്സിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ സിംഹാസനത്തിൽ കയറിയ അദ്ദേഹം 1556 മുതൽ 1605 വരെ ഇന്ത്യ ഭരിച്ചു. തന്റെ കഴിവുറ്റ ഭരണത്തിലും എല്ലാവരിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ കേൾക്കാനാണ് അദ്ദേഹം താല്പര്യം കാണിച്ചത്. ഒരു ഫെഡറൽ ഗവൺമെന്റ് ഉണ്ടാക്കാനാണ് മഹാനായ അക്ബർ ചക്രവർത്തി ശ്രമിച്ചത്. അദ്ദേഹത്തിന്റെ ഭരണകാലം ഇന്ത്യൻ ചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു. ഇന്ത്യ വലിപ്പത്തിലും സമ്പത്തിലും 3 ഇരട്ടിയായി. ഭരണം വ്യവസ്ഥാപിതമാക്കി വിശാലമായ ഒരു സാമ്രാജ്യത്തെ നിയന്ത്രിച്ചതാണ് അക്ബർ ചക്രവർത്തിയുടെ മഹത്വത്തിന് നിദാനം. ഫത്തേപൂർ സിക്രി, ആഗ്ര കോട്ട, ഉമയൂൺ കല്ലറ, ലാഹോർ, ശ്രീനഗർ കോട്ടകൾ അക്ബർ ചക്രവർത്തി ഇന്ത്യക്ക് സമ്മാനിച്ചു. അവ ഇന്നും ശില്പകലയുടെ മകുടോദാഹരണങ്ങളായി രാജ്യത്ത് പരിലസിക്കുന്നു. അറബി, സംസ്കൃതം, ഗ്രീക്ക് ഭാഷകളിലെ ഒട്ടുമിക്ക ഗ്രന്ഥങ്ങളും പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തതും അക്ബർ